ദ ജേർണലിസ്റ്റിലേക്ക് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഇസ്രായേലിൽ നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ട്. മലയാളികളും ഇന്ത്യക്കാരുമായിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർ. അവർക്കൊന്നും ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി ഒരപായവും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾ ഏതു രാജ്യത്തുള്ളവരാണെങ്കിലും അവർക്ക് യുദ്ധത്തിൻ്റെ ഭാഗമായി ഒന്നും സംഭവിക്കരുത് എന്നു തന്നെയാണ് പ്രാർത്ഥന. എത്രയും വേഗം ഈ യുദ്ധം അവസാനിക്കട്ടെ എന്നും പ്രത്യാശിക്കുകയാണ്. പക്ഷെ നിലവിലെ സാഹചര്യം നോക്കുക. ഇറാൻ അത്യുജ്വലമെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞതാണ്. അവരുടെ യുദ്ധചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിധത്തിൽ തലങ്ങും വിലങ്ങും കടന്നാക്രമണം നടത്തുന്നു. ഇസ്രായേലിലേക്ക് തങ്ങളുടെ ആക്രമണങ്ങൾ കേന്ദ്രീകരിപ്പിക്കുന്നു. ജെറുസലേമാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ട്രംപിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് കടക വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ട്രംപിനും നെതന്യാഹുവിനും വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ ഭൂഗർഭ കേന്ദ്രങ്ങൾ പോലും, അതായത് ബങ്കറുകൾ അടക്കമുള്ള സുരക്ഷിത കേന്ദ്രങ്ങളെന്ന് കരുതുന്ന സ്ഥലങ്ങൾ പോലും ഒരു തരത്തിലും സുരക്ഷിതമായിരിക്കില്ല എന്ന ഭീഷണി അല്ലെങ്കിൽ ഒരു ആശങ്ക മുന്നോട്ട് വെച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. അല്പസമയം മുമ്പ് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ജെറുസലേമിന് 40 കിലോമീറ്ററോളം അകലെയുള്ള ഒരു പ്രദേശത്ത് ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് നടത്തിയ ഇറാന്റെ ഫത്ത-2 മിസൈൽ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. AFP അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ, വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ സഹിതം. കഴിഞ്ഞ മണിക്കൂറിലുണ്ടായ ആക്രമണത്തിൽ 3 കെട്ടിടങ്ങൾ ഇസ്രായേൽ തകർന്നു എന്നാണ് പറയുന്നത്. ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് ആക്രമണമുണ്ടായി എന്നാണ് പറയുന്നത്. ഇത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ചിത്രങ്ങൾ സഹിതം, വിവരങ്ങൾ സഹിതം ഈ മരിച്ചു കിടക്കുന്ന മൃതദേഹങ്ങളുടെ പടമടക്കമാണ് പുറത്തുവിടുന്നത്. അപ്പോൾ പ്രാണരക്ഷാർത്ഥം ഭാര്യയും കുട്ടികളെയും ഒക്കെ എടുത്ത് തൻ്റെ ജീവൻ സേഫാക്കാൻ വേണ്ടി ബങ്കറുകളിലേക്ക് പോകുന്ന ആളുകൾ ചിലപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേലിൽ ഈ അപകടങ്ങളുടെ ചിത്രങ്ങൾ, വീഡിയോകൾ ഒക്കെ പ്രചരിപ്പിക്കുന്നതിന് വിലക്കുണ്ട് എന്ന വാർത്തയും വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരം പ്രധാനമായി ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണങ്ങൾ ശക്തമാകുന്നുണ്ട്. ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ്. അതോടൊപ്പം ഇറാൻ ഇപ്പോൾ തന്ത്രപ്രധാനമായ മറ്റൊരു ആക്രമണം കൂടി നടത്തുകയാണ്. US പടക്കപ്പൽ എബ്രഹാം ലിങ്കണ് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു എന്ന വാർത്തയും ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. അതായത് സകല കേന്ദ്രങ്ങളിലേക്കും ഇറാൻ ശക്തമായ ആക്രമണം നടത്തുകയാണ്. ഇറാന്റെ വജ്രായുധങ്ങൾ ഒന്നൊന്നായി അവർ എടുത്തു പ്രയോഗിക്കാൻ തുടങ്ങി എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഫത്ത-2 മിസൈലുകൾ, അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഡ്രോണുകൾ, അതുപോലെ തന്നെ ഏത് വിധത്തിലും ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലുള്ള തുടർച്ചയായ മിസൈൽ പെരുമഴകൾ, ഇതൊക്കെയാണ് നിരന്തരമായി ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇസ്രായേലിലെ ജനങ്ങൾ മുഴുവൻ ബങ്കറിലാണ്, നെതന്യാഹുവും ബങ്കറിലാണ് എന്ന തരത്തിൽ ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും എങ്ങനെയും ആക്രമണങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് വലിയ ആക്രമണങ്ങൾ അവിടെ ചിലർ നടത്തിയിരുന്നു. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലെയും അമേരിക്കൻ എംബസികളിലെ ജീവനക്കാരോട് ജാഗ്രത പാലിക്കാൻ അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ നിന്നും എങ്ങനെയും, അതായത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ, മിലിഷ്യ ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുന്നത് ചാവേറുകളായിട്ടുള്ള ആളുകളടക്കമുണ്ട്. എങ്ങനെ ഇടപെടും, എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിൽ അത്രയധികം രോഷത്തോടു കൂടിയായിരിക്കും ഇറാനെ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ ഇറാന്റെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് നെതന്യാഹുവിന് നേരെ അടക്കം ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും ട്രംപ് ഉൾപ്പെടെയുള്ളവരെ തങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാകും എന്ന് ഇറാൻ സൂചന നൽകിയിരുന്നു. ട്രംപിനെ വധിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ ഒക്കെ, പണ്ട് ആരോ വധിക്കാൻ ശ്രമിച്ചിരുന്ന വീഡിയോ ഒക്കെ ഇറാൻ റീസെൻ്റായിട്ട് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനോ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളോ മിലിഷ്യ ഗ്രൂപ്പുകളോ ആരെങ്കിലും ചാവേറുകൾ അടക്കമുള്ളവർ, ഇറാനെ പിന്തുണയ്ക്കുന്നവർ നെതന്യാഹുവിനെയും അപായപ്പെടുത്തുമോ എന്ന സൂചനകൾ അല്ലെങ്കിൽ അത്തരം ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന വ്യാജ വാർത്ത വ്യാപകമായി ഇറാനെ പിന്തുണയ്ക്കുന്നവർ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നെതന്യാഹുവിൻ്റെ ജീവനും ഭീഷണിയുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നെതന്യാഹു ബങ്കറിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ലേ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം. നെതന്യാഹു കുറച്ചധികം സമയമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് വാർത്ത വരുന്നുണ്ട്. സ്വാഭാവികമായി അദ്ദേഹം ബങ്കറിലാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ബങ്കറിലാണ് എന്ന വിവരങ്ങളും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ വിചാരിച്ചതിനേക്കാൾ വലിയ പ്രഹരമാണ് ഇസ്രായേലിന് നേരെ
ഉണ്ടാകുന്നത്. ഇതുവരെ 15 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായി വാർത്തകൾ വരുന്നുണ്ട്. കെട്ടിടങ്ങൾ തകർന്നതായി വാർത്തകൾ വരുന്നുണ്ട്. ആകാശത്ത് വെച്ച് അയൺ ഡോം സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ നിരവധി മിസൈലുകളെ നിഷ്പ്രഭമാക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇറാൻ തുടർച്ചയായി ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് തന്നെ ആയുധം താഴെ വെപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന് നേരെ B-2 ബോംബർ വിമാനങ്ങളടക്കം ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന രീതിയിലൊരു വ്യാജ പ്രചാരണം നടത്തിയിരുന്നു. അന്നത് സംഭവിച്ചിട്ടില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അടക്കം പറഞ്ഞതാണ്. പക്ഷേ ആ ആക്രമണം നടന്നതിന് ശേഷം 12 ദിവസമാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. അങ്ങനെ ആ ആക്രമണങ്ങൾക്കൊടുവിൽ ഇസ്രായേലിന് ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഇറാനുമായി അമേരിക്കയ്ക്ക് സന്ധി ചെയ്യേണ്ടി വന്നു. ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇവിടെയും അത്തരത്തിൽ ഈ യുദ്ധത്തിൻ്റെ ഗതിയും അത്തരത്തിലുള്ളതാകുമോ എന്ന നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ ഉണ്ടാകുന്നത്. കാരണം ഇറാൻ മുന്നും പിന്നും നോക്കാതെ ഒരു പരിഗണനകളുമില്ലാതെ തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുന്ന സംഭവവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇറാൻ തങ്ങളുടെ മാന്യത മാറ്റിവെച്ച് ഇസ്രായേൽ അടിക്കുന്ന അതേ രീതിയിൽ, അത്ര രൂക്ഷമല്ലെങ്കിലും അത്ര ക്രൂരമല്ലെങ്കിലും മുന്നും പിന്നും നോക്കാതെയുള്ള ആക്രമണങ്ങളിലേക്ക് ഇറാനും കടക്കുന്നു എന്ന് വേണം പറയാൻ. അതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ വജ്രായുധം. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലും പാശ്ചാത്യ ശക്തികളും ഒക്കെ ഭയക്കണമെങ്കിൽ, അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനെ ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും കടുത്ത ആക്രമണം വേണ്ടിവരുമെന്ന് ഇറാൻ മനസ്സിലായിട്ടുണ്ട്. നോക്കുക, ഇറാനിലെ ഒരു പ്രൈമറി സ്കൂളിലേക്ക്, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന, കൊച്ചു പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ മരണസംഖ്യ, 160ഓളം കൊച്ചു കുരുന്നുകൾ മരിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്? ഇസ്രായേൽ ആയുധമെടുക്കുമ്പോൾ മാത്രം എന്താണ് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത്? ഇതൊരു വലിയ ചോദ്യമായി ഇപ്പോൾ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ അന്ധമായി പിന്തുണച്ച് ഇസ്രായേൽ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് കൈയടിക്കുന്നവർ, ഇസ്രായേലിൻ്റെ ആയുധത്താൽ കൊല്ലപ്പെടുന്നവർ മരിക്കേണ്ടവരാണ് എന്ന് വിധിയെഴുതി തലകുത്തി മറയുന്നവർ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം കൂടി നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നിഷ്ഠൂരം കൊന്നു തള്ളുന്ന ഇസ്രായേലിൻ്റെ പ്രവണത അവർ ഇറാനിലും നടപ്പാക്കുകയാണ്. ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നറിയാൻ ഒരു താല്പര്യമുണ്ട്. എന്തായാലും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി അതിശക്തമാണ്. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്രായേൽ യുദ്ധം തുടങ്ങുമ്പോൾ തങ്ങൾക്കെതിരെ എന്തുതരം തിരിച്ചടികൾ ഉണ്ടായാലും അതിനെയെല്ലാം തടയാൻ തങ്ങൾ തയ്യാറാണ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ടിറങ്ങിയത്. അതായത് ഇറാൻ ഏതറ്റം വരെ പോയാലും തങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസം ഇസ്രായേലിനുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ്റെ വജ്രായുധ ശ്രേണിയിലെ പുത്തൻ ആയുധങ്ങളൊക്കെ അവരെടുത്ത് പ്രയോഗിക്കുമ്പോൾ ഇസ്രായേലിന് പ്രതിരോധം തീർക്കാൻ പെടാപ്പാട് പെടുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പുതിയ കാര്യം. എന്തായാലും ഇസ്രായേൽ ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ല, ഇസ്രായേൽ ഞങ്ങളൊക്കെ സന്തുഷ്ടരാണ്, സേഫാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിൽ നിന്ന് നൃത്തം ചവിട്ടുന്ന വീഡിയോ ഒക്കെ ചില പൊട്ടന്മാരായ മലയാളി സുഹൃത്തുക്കൾ അയച്ചിട്ടുണ്ട്. അവന്മാരെയാണ് പൊട്ടന്മാരെന്ന് വിളിച്ചത്. കാരണം ഈ യുദ്ധമെന്ന് പറയുന്നത് ഇസ്രായേലിന് മാത്രമായി കൊള്ളാതിരിക്കുകയൊന്നുമില്ല. യുദ്ധമുണ്ടായാൽ എല്ലാവരെയും അത് ബാധിക്കും. ഇസ്രായേൽ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന മട്ടിൽ തുള്ളിച്ചാടുന്നവരോട് പറയാനുള്ളത്, ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രായേലാണ്. ഇത്രയും വലിയൊരു പാതകം പശ്ചിമേഷ്യയോട് ചെയ്തത് ഇസ്രായേലാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറിയുള്ള ആക്രമണമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇതിനൊക്കെ ഉത്തരം പറയേണ്ട സാഹചര്യവും വൈകാതെ വരുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലും അമേരിക്കയുടെ പ്ലാനിങ്ങും ഒക്കെ തെറ്റിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് നടക്കുന്നു. നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല എങ്കിലും ഇസ്രായേൽ മരണസംഖ്യ കുതിച്ചുയരുന്ന സാഹചര്യമുണ്ട്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ വിധേയമാകുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം ചില ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രായേലും ആക്രമണത്തിൽ നിന്ന് മുക്തി നേടുന്നില്ല, അവർക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഇറാൻ്റെ ആക്രമണത്തിൽ നിന്ന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതുതന്നെയാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തവും. അതായത് ഒരു തരത്തിലും ഈ ആക്രമണങ്ങൾ കൊണ്ട്, യുദ്ധം കൊണ്ട് ആരും ജയിച്ച ചരിത്രമില്ല. ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ യുദ്ധം കൊണ്ട് കഴിയുകയുമില്ല. എത്രയും വേഗം യുദ്ധം അവസാനിക്കുകയാണ് വേണ്ടത്. എല്ലാവരും യുദ്ധം അവസാനിക്കുന്ന ഒരു നല്ല നാളേക്കായി പ്രാർത്ഥിക്കുക. ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നു പോയാൽ അതീവ ഗുരുതരമായിരിക്കും ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെയും ഇത് കാണുന്ന നിങ്ങളുടെയും ഒക്കെ അവസ്ഥ. പശ്ചിമേഷ്യ കട്ടപ്പുകയാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ അധിക ദിവസമൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ 150ഓളം എണ്ണ ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ വലിയ ഭീതിയിലാണ്. ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇതിനൊക്കെ കുടപിടിച്ച അമേരിക്ക എന്ന രാജ്യത്തിന് ഒരു കുഴപ്പവുമില്ല. അവിടുത്തെ ജനങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് പോവുകയുമാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.